സ്റ്റാർട്ട് ലൈവ് ബ്ലോഗിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അനാലിസിസ് ഓഫ് വേരിയൻസ്. അതിന് ചുരുക്കപ്പേരിൽ അനോവ എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ടു ടെസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ മോർ ദാൻ ടു മീൻസ്. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. ഒരു ആപ്പിൾ ജ്യൂസ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവർ പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ അവർ 3 സിറ്റികളിൽ അത് വ്യത്യസ്ത സ്ട്രാറ്റജിയിലൂടെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സെയിൽസിൻ്റെ ഔട്ട്പുട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. 3 സിറ്റി, 1 സിറ്റി, 2 സിറ്റി, 3 എന്ന രീതിയിൽ. അങ്ങനെ നോക്കുമ്പോൾ കമ്പനിക്ക് അറിയണം ഇവ തമ്മിൽ ഓരോ വ്യത്യസ്ത സ്ട്രാറ്റജി ഉപയോഗിച്ച സ്ഥിതിക്ക് 3ലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആവറേജ് ആണോ കിട്ടുന്നതെന്ന് അറിയണം. അപ്പോൾ ഇത് 3 മീൻ നമുക്കിവിടെ ഉണ്ടാവും. 3 തരം ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാം. 3 തരം സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ 3 തരം ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ 3 തരം ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ 2-ലധികം മീൻ ഇവിടെ വരും. ഇപ്പോൾ 2-ലധികം മീൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കൽ അനോവയാണ്. കാരണം 2 മീൻ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് സെഡ് ടെസ്റ്റ് മതി. സെഡ് ടെസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെഡ് ടെസ്റ്റിൻ്റെ സിംഗിൾ മീൻ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു 2 മീൻസ് ടെസ്റ്റ് ചെയ്യാനും അനോവ സെഡ് ഉപയോഗിക്കാറുണ്ട്. 2-ലധികം മീൻ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലൊരു ടൂളാണ് അനോവ, അനാലിസിസ് ഓഫ് വേരിയൻസ്. 3 സിറ്റികളിൽ വ്യത്യസ്ത സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് അവർ മാർക്കറ്റ് ചെയ്തത്. അപ്പോൾ ഇവ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ നമുക്ക് അനോവ ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ തന്നെ അനോവ 1 വേ അനോവയുണ്ട്, 2 വേ അനോവയുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഈ സ്ട്രാറ്റജി അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ വേരിയേഷൻസ് വരാറുണ്ട്. അതായത് ഓരോ സിറ്റിയിലും പല സ്ട്രാറ്റജി ഉപയോഗിക്കുമ്പോഴും അവിടെ കുറേ ട്രീറ്റ്മെൻറ്റുകൾ വരാറുണ്ട്. പക്ഷെ നമ്മൾ ഒരു 1 വേ സൈഡിലുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രം ടെസ്റ്റ് ചെയ്യുന്നതാണ് 1 വേ അനോവ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് കൂടുതലധികം പറയേണ്ടില്ല. നമുക്ക് 1 വേ അനോവയെ കുറിച്ച് മാത്രമേ ഇവിടെ പറയേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് അനോവ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ കാൽക്കുലേഷൻസ്, അതിൻ്റെ ഫോർമുലകളൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഈ ഒരു ഫോക്കസ് പോയിന്റ് പ്രകാരം നമുക്ക് അതൊന്നും പഠിക്കേണ്ടതില്ല. നമുക്ക് നേരെ എങ്ങനെ ഒരു അനോവ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ ഉപയോഗിച്ചിട്ട്, അനോവ ടേബിൾ എന്ന ടേബിൾ ഉണ്ട്, അതിൻ്റെ മോഡൽ ഞാൻ കാണിക്കും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് നേരിട്ട് അനോവ ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ്, പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് അനോവയിൽ കുറച്ച് സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്ന് മനസ്സിലാക്കിക്കോ. ഇപ്പോൾ അനോവ ഇൻട്രൊഡ്യൂസ് ചെയ്തത് R.A. ഫിഷറാണ്. അപ്പോൾ R.A. ഫിഷറിനെ നമുക്ക് മുമ്പേ പരിചയമുള്ള ഒരാളാണ്. പിന്നെ നമ്മൾ അറിയേണ്ടത് അസൈനബിൾ കോസസും ചാൻസ് കോസസും. അതെന്താണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ന് പറയുമ്പോൾ തന്നെ വേരിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ചില വേരിയേഷൻസ് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഓരോ മാർക്കറ്റിംഗ് കമ്പനിയിലും വ്യത്യസ്ത സ്ട്രാറ്റജികളും പലതരം ഐഡിയകളും പലതരം ഓഫറുകളും ഓരോ സിറ്റിയിൽ അവർക്ക് വേണമെങ്കിൽ നടത്താം. 3 സിറ്റികളിൽ അവർ വ്യത്യസ്ത രീതിയിലാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്, സെയിൽ നടത്തുന്നത്. അപ്പോൾ പലതരം ഓഫറുകൾ, മാറ്റങ്ങൾ വരുത്താൻ പറ്റും അവർക്ക്. അങ്ങനെ നമുക്ക് മാറ്റാൻ വരുത്താൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റുകളാണ് അസൈനബിൾ കോസസ് എന്ന് പറയുന്നത്. നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് കോസസ് ഓർ ഫാക്ടേഴ്സ് ഹൂസ് മെഷേഴ്സ് ക്യാൻ കൺട്രോൾഡ് ഓർ ചേഞ്ച് ബൈ ദ റിസർച്ചർക്ക് തന്നെ അവരുടെ ഇതിൻ്റെ ഫാക്ടേഴ്സുകളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത്തരം കോസസിനെ നമ്മൾ അസൈനബിൾ കോസസ് എന്ന് പറയും. ഇനി ചാൻസ് കോസസ് എന്ന് പറഞ്ഞാൽ, ചാൻസ് എന്ന് പറഞ്ഞാൽ റാൻഡമാണ്. നമുക്കറിയാം, റാൻഡം, പെട്ടെന്ന് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചാൻസ് കോസസ് എന്ന് പറഞ്ഞാൽ ഹൂസ് എഫക്ട്സ് കനോട്ട് കൺട്രോൾ ബൈ ഹ്യൂമൻ. മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറേ കാരണങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെട്ടെന്നൊരു പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ സംഭവിച്ചപ്പോൾ നമ്മളിപ്പോൾ 3 സിറ്റിയിലെ ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോൾ അവിടെ ഒരു ലോക്ക്ഡൗൺ സംഭവിച്ചു കഴിഞ്ഞാൽ ചില സിറ്റിയിൽ സെയിൽ തന്നെ നടക്കില്ല അല്ലേ? അപ്പോൾ അത് പെട്ടെന്നുണ്ടായ കാരണങ്ങൾ, അത് നമ്മൾ മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചാൻസ് അല്ലെങ്കിൽ റാൻഡം കോസസ്. ചാൻസ് പറഞ്ഞാൽ റാൻഡം കോസസ് ആണ്, പെട്ടെന്ന് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഹ്യൂമൻ കൺട്രോളിൽ, ബിയോണ്ട് ഹ്യൂമൻ കൺട്രോളിലുള്ള കാരണങ്ങളാണ് ചാൻസ് കോസസ്. ഇത് നമുക്ക് റിസർച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാനും അതിൻ്റെ മെഷർമെൻ്റൊക്കെ എടുക്കാൻ പറ്റും. അതാണ് അസൈനബിൾ കോസസ്. അപ്പോൾ 2 തരം കോസസ് എന്താണെന്ന് മനസ്സിലാക്കാം. പിന്നെ അനാലിസിസ് ഓഫ് വേരിയൻസ് കണ്ടക്ട് ചെയ്യാൻ 4 അസംപ്ഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. നോർമാലിറ്റി, ഹോമോജിനിറ്റി, ഇൻഡിപെൻഡൻസ് ആൻഡ് അഡിറ്റിവിറ്റി. ഈ 4 അസംപ്ഷൻസ് വെച്ചിട്ടാണ് അനാലിസിസ് ഓഫ് വേരിയൻസ് നടക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്.
പിന്നെ ഈ അനോവ എന്ന ടെസ്റ്റ്, ഇത് നമ്മൾ ടെസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെഡ് ടെസ്റ്റ് പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ അനോവയിൽ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എഫ് ടെസ്റ്റ് ആണ്. എഫ് ടെസ്റ്റ് നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ എഫ് ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന അനാലിസിസ് ഓഫ് വേരിയൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അനോവ ടെസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൽ ചോദിക്കാൻ മോർ ദാൻ 2 മീൻസ്, രണ്ടിലധികം മീൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് എഫ് ടെസ്റ്റ് അല്ലെങ്കിൽ അനോവ ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ടിലധികം മീൻ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ എഫ് ടെസ്റ്റ് അനോവ ഉപയോഗിക്കും. അതുപോലെ അനോവയിൽ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഈ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കാം. അനോവ ടേബിൾ, നമ്മൾ അനോവയിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ പ്രോബ്ലം, നമ്മൾക്ക് ഈ അനോവ എന്ന ഈ ചാപ്റ്ററിൽ ഫോക്കസ് പോയിന്റിൽ അനോവ ടേബിൾ വെച്ചിട്ടുള്ള പ്രോബ്ലം നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അനോവ ടേബിളിൻ്റെ സ്ട്രക്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ അറിയേണ്ടത് സോഴ്സ്, ആദ്യത്തെ വരി നോക്കാം. സോഴ്സിൽ ഏതൊക്കെ ബിറ്റ്വീൻ, വിത്തിൻ ടോട്ടൽ, ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയർ, വിത്തിൻ സം ഓഫ് സ്ക്വയർ അല്ലെങ്കിൽ എറർ സം ഓഫ് സ്ക്വയർ എന്നും പറയും. എറർ എന്നും പറയും. എറർ സം ഓഫ് സ്ക്വയർ അല്ലെങ്കിൽ ടോട്ടൽ. അപ്പോൾ ബിറ്റ്വീൻ, വിത്തിൻ, ടോട്ടൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഓരോന്നിനും ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. വിത്തിൻ സം ഓഫ് സ്ക്വയർ ആണെങ്കിൽ n-k ആണ്. അപ്പോൾ ഇതിൽ k എന്താണെന്ന് അറിയണം. k എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ 3 സിറ്റികളിലാണ് നമ്മൾ ഈ പഠനം നടത്തിയത് അല്ലേ. അപ്പോൾ 3 സിറ്റി പറഞ്ഞാൽ 3 സിറ്റികളാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ k = 3 ആണ്. കാരണം ആ സെയിൽസിൻ്റെ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തതിലാണ് 3 സിറ്റികളായിട്ടാണ്. ഈ 4 ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ k = 4 ആയി മാറും. ഇവിടെ k = 3 എന്ന് കിട്ടും. 3 ട്രീറ്റ്മെൻറ്റ്സ് ആണ്. കാരണം 3 സിറ്റികളാണ് നേരത്തെ എക്സാമ്പിൾ പ്രകാരമാണ് പറഞ്ഞത് കേട്ടോ. ഇനി n എന്ന് പറഞ്ഞാൽ ആകെ അതിൽ എത്ര ഒബ്സർവേഷൻ തന്നിരുന്നോ അതാണ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആകെ എത്ര ഒബ്സർവേഷൻസ് തന്നു നോക്കാം. സിറ്റി 1ൽ എത്ര ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു? നമുക്ക് 5 ഒബ്സർവേഷൻ അല്ലേ. എല്ലാ ഇതിലും 5 എണ്ണമാണ്. അപ്പോൾ മാറ്റം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടും. അപ്പോൾ 3 സിറ്റിയിൽ 5 എണ്ണം വീതമായിരുന്നു അതിൽ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 3 5 15 ഒബ്സർവേഷൻ അവിടെ തന്നിട്ടുണ്ടായിരുന്നു ഡാറ്റ. ഇതുപോലെ ഇനിയിപ്പോൾ ഒന്നാമത്തെ സിറ്റിയിൽ 6 എണ്ണമാണെങ്കിൽ 6ഉം ബാക്കി 2ഉം 5 ആണെങ്കിൽ 16 ആവും. അപ്പോൾ എങ്ങനെയാണോ അത്. അപ്പോൾ n = 15. അപ്പോൾ ആ രീതിയിൽ n കിട്ടും. പിന്നെ n-1 എന്ന് പറഞ്ഞാൽ നമുക്ക് 15 - 4 ഇതുപോലെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടും. അപ്പോൾ ഇതൊന്നും നമുക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ടി വരില്ല. ചില പ്രോബ്ലം വളരെ ഈസി ആയി ചെയ്യാൻ പറ്റും. ഇത്ര കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പിന്നെ SSB എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ്. പക്ഷേ നമുക്ക് ആ കാൽക്കുലേഷൻ്റെ ഫോർമുലയൊന്നും നമുക്ക് ഈ വർഷം പഠിക്കേണ്ടില്ല. നമുക്ക് ഫോക്കസ് പോയിന്റ് പ്രകാരം നമുക്ക് നേരിട്ട് ഈ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. SSBൻ്റെ സമ്മ് ബിറ്റ്വീൻ ട്രീറ്റ്മെൻറ്റ് SSBൻ്റെ വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. SSW തന്നിട്ടുണ്ടാവും. ടോട്ടൽ സം ഓഫ് സ്ക്വയർ തന്നിട്ടുണ്ടാവും. പിന്നെ MSB എന്ന് പറഞ്ഞാൽ ഈ SSBനെ k-1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. MSB = SSB / അതും കൂടി എഴുതി വെക്കാം. SSB / k-1. ഇപ്പോൾ ഇവിടെയുള്ള ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവിടെ കിട്ടുക. ഈ MSW കാണണമെങ്കിൽ എന്തായിരിക്കും? അപ്പോൾ SSW / n-k. ഇതിനോട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത് കിട്ടുക. പിന്നെ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് F കിട്ടുക. F = MSB / MSW. F എന്ന് പറഞ്ഞാൽ നമുക്കറിയാം F സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. chi-squareൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ ഇത് 2 chi-square ഡിസ്ട്രിബ്യൂഷൻ ആണ്. chi-square തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് F സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടും. ഇങ്ങനെ F കാണാൻ പറ്റും. പിന്നെ നമുക്കറിയേണ്ടത് എങ്ങനെ ടേബിൾ വാല്യൂ, കാരണം നമുക്കിത് റിജക്റ്റ് H0 H1 ഒക്കെ ഉണ്ടാവും. ഇവിടെ ടെസ്റ്റ് അനോവ ചെയ്യുമ്പോൾ നമ്മൾ H0 ഉണ്ടാവും, H1 ഉണ്ടാവും. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നൾ ഹൈപ്പോത്തീസിസ് ആദ്യം നമ്മൾ ചെയ്യല്ലേ ഓൾ മീൻസ് ആർ ഈക്വൽ എന്നെടുക്കും. ഇത് നോട്ട് ഈക്വൽ എന്നെടുക്കും. ഇതിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് നോട്ട് ഈക്വൽ, ഓൾ മീൻസ് ആർ നോട്ട് ഈക്വൽ. ഈ രീതിയിലാണ് നമ്മൾ ഹൈപ്പോത്തീസിസ് എടുക്കുക. അപ്പോൾ H0 സ്വീകരിക്കണോ H1 സ്വീകരിക്കണോ എന്നൊക്കെ തീരുമാനിക്കുക എപ്പോഴാണ്? ഈ എഫിൻ്റെ വാല്യൂ F-α ടേബിൾ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യും. ഇതിനേക്കാളും വലുതാണെങ്കിൽ റിജക്റ്റ് H0, അപ്പോൾ H1 സ്വീകരിക്കും, അല്ലെങ്കിൽ ആക്സെപ്റ്റ് H0. അപ്പോൾ ഇവിടെ ടേബിൾ വാല്യൂ എങ്ങനെ കാണാം? എഫിൻ്റെ ടേബിളിൽ k-1ഉം n-kൻ്റെ വാല്യൂ നോക്കി ഇവിടെയുള്ള 2 സംഖ്യകൾ നോക്കിയിട്ടാണ് ടേബിൾ വാല്യൂ കാണുക. അത് നമ്മൾ പ്രോബ്ലത്തിൽ ഇത് കൂടുതൽ എക്സ്പ്ലനേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്തിട്ട് ഇതൊന്നും കൂടി വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാം. Fill up the following ANOVA table and carry out the
ടെസ്റ്റ് ഇവിടെ തന്നത് സോഴ്സ് ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയർ ബിറ്റ്വീൻ സാമ്പിൾ വിത്തിൻ സാമ്പിൾ ടോട്ടൽ ആ രീതിയിൽ തന്നിട്ടുണ്ട്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം തന്നിട്ടുണ്ട്, സം ഓഫ് സ്ക്വയർ തന്നിട്ടുണ്ട്, മീൻ സം ഓഫ് സ്ക്വയർ ഈ ഓർഡറിൽ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ടെസ്റ്റ് തന്നത് നമുക്ക് അനോവയിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ അനോവ ടേബിൾ ഇപ്പോൾ നമ്മൾ നേരത്തെ അനോവ ടേബിളിൻ്റെ സ്ട്രക്ചറൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. പക്ഷെ അതൊന്നും പഠിക്കണം നിർബന്ധമൊന്നുമില്ല. ഈ പ്രോബ്ലം ചെയ്യാൻ കുറച്ച് ടെക്നിക്സ് ആലോചിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ പദപ്രശ്നമൊക്കെ ഗെയിം ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. നമ്മൾ പല ഗെയിമുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ടേബിൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന അല്ലേ? അതുപോലെ ആലോചിച്ചാൽ മതി. ഒരു ഗെയിം എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. അനോവ ടേബിൾ വളരെ ഈസി ആയിട്ട് എനിക്ക് ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് പ്രോബ്ലത്തിൻ്റെയും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ള ടെക്നിക്സ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായി ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ക്വസ്റ്റ്യനിലുള്ള നമുക്ക് തന്ന ഡാറ്റകളൊന്ന് എടുത്ത് എഴുതാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 തന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നത് ഏതാണ്? പിന്നെ ഇവിടെ ബ്ലാങ്ക് ആണ്, ഇവിടെയും ബ്ലാങ്ക് ആണ്. പിന്നെ 24 ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ തന്നത് 76 തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ 12 തന്നിട്ടുണ്ട്. പിന്നെ എഫ് ആൽഫ എത്ര തന്നിട്ടുണ്ട്? ആൽഫ 0.01 ആണ്. പിന്നെന്താ തന്നത്? ടേബിൾ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കാണേണ്ട ആവശ്യമില്ല. ടേബിൾ വാല്യൂ കാണുന്നത് ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ കൂടെ ഇപ്പം അത്ര ചില ക്വസ്റ്റ്യൻസ് ടേബിൾ കാണേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്യാമല്ലോ. അപ്പോൾ ഇതാണ് നമുക്ക് തന്നത്. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് ഇവിടെയുള്ള ഈ വാല്യൂസൊക്കെ നമുക്ക് കണ്ടെത്തണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിനൊരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള സംഖ്യയും കൂട്ടിയാൽ ഇത് കിട്ടണം. സാറോ ഇതും കൂട്ടി കഴിഞ്ഞാൽ ഇത് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യ എന്തായിരിക്കും? റൈമ സൗണ്ട് ഉണ്ടാകലടാ. ഈ സംഖ്യ എന്തായിരിക്കും? 24-ന് 5 കുറച്ചാൽ കിട്ടുന്ന സംഖ്യ ആയിരിക്കുമല്ലോ. അപ്പോൾ 24 - 5 അതിൻ്റെ കൂടെ ചെയ്തുകൊണ്ട് 24 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 19 കിട്ടും. അപ്പോൾ 19-ഉം 5-ഉം കൂട്ടുമ്പോൾ 24 കിട്ടുക. അപ്പോൾ ഇത് ഏത് തന്നാലും ഇതുപോലെ ചിലപ്പോൾ ഇവിടെ 19 തരും, ഇത് ബ്ലാങ്ക് ആക്കി തരാം. അങ്ങനെയാണ് നമുക്ക് തിരിച്ച് കണ്ടെത്താലോ. ഇതാണ് ഒരു സ്റ്റെപ്പ്. പിന്നെ അറിയേണ്ടത് ഇവിടെയുള്ള സംഖ്യകളുടെ പ്രത്യേകത. ഇവിടെ 76-നെ 19 ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവിടെ കിട്ടുക. കാരണം ഇത് മീനാണ്. ഇത് ആലോചിച്ചാൽ മതി. മീൻ സം ഓഫ് സ്ക്വയർ. അപ്പോൾ ഇതൊക്കെ നീ കാൽക്കുലേറ്റ് ഇത്രയും കോളത്തിൻ്റെ എണ്ണം പഠിച്ചു വെക്കുക. സോഴ്സ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, സം ഓഫ് സ്ക്വയർ, MSS, എഫ് ടേബിൾ അല്ലെങ്കിൽ എഫ് ആൽഫ. അപ്പോൾ ഈ ടേബിളിൻ്റെ ഓർഡറിൽ ഇവിടെ നമ്മൾ ചെയ്തു. ഇത് രണ്ടും കൂട്ടിയാൽ ഇത് കിട്ടണം. ഇനി ഇവിടെയുള്ള സംഖ്യകളുടെ പ്രത്യേകത, ഇവിടെയുള്ള സംഖ്യ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഇവിടെ 76-നെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കണം ഇവിടെ കിട്ടുക. എത്ര വരിക നോക്കുക? 76 ഡിവൈഡ് ബൈ 19 എത്ര കിട്ടുന്നത്? 4. അതായത് 4-നെ 19 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 76 കിട്ടും. 76 ഡിവൈഡ് ബൈ 19 ആണ് 4 കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് നമ്മൾ കണ്ടെത്തി. ഇപ്പോൾ കണ്ടെത്തിയതൊന്ന് റൗണ്ട് ചെയ്തിട്ടാണ്. ഇത് നമ്മൾ കണ്ടെത്തിയതാണ്. ഓക്കെ. ഇനി ഇതിൽ നമുക്ക് ഇത് രണ്ടും തന്നിട്ട് ഇത് കാണണമെങ്കിൽ സുഖമാണ്. 76-നെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. ഓക്കെ. അതുപോലെ തിരിച്ചാണെങ്കിൽ ഇതും തന്നിട്ടുണ്ട്. ഇത് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? പരസ്പരം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കാണാം. ഇങ്ങനെ ഇതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ സമ്മാണ്, ഇവിടെ മീനാണ്. അപ്പോൾ സമ്മിനെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ മീൻ കിട്ടുന്നത്. അങ്ങനെ ആലോചിച്ചാൽ ഇനി ഇവിടെ നോക്കും. ഈ സംഖ്യ കിട്ടണം. ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്. എങ്ങനെയായിരിക്കും? ഇതിൽ 2 രീതി കാണാം. ഇവിടെ സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂട്ടിയിട്ടാണ്, ഇവിടെ ടോട്ടലാണ് കണ്ടല്ലേ, ഇത് രണ്ടും കൂട്ടിയിട്ടാണ് ടോട്ടൽ കിട്ടുക. ഇവിടെ ഇത് രണ്ടും കൂട്ടിയാൽ ഇവിടെ ടോട്ടൽ കിട്ടണം. അപ്പോൾ ഇവിടെ സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ തന്നിട്ടില്ല. നമുക്ക് ഇവിടെ ഉള്ള സംഖ്യ കാണാം. ഇനി ഇതും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈ സംഖ്യയിൽ 12-നെയും 5-നെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇവിടുത്തെ സംഖ്യ കാണാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഉള്ള സംഖ്യനോണ്ട് 5 ഡിവൈഡ് ചെയ്തിട്ടാണ് 12 കിട്ടിയത്. മീൻ എന്നാൽ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. 12 × 5 12 × 5 ആയിരിക്കും ഇവിടെ വരിക. എത്ര വരിക? 60. അപ്പോൾ നമുക്കിവിടെ 60 കിട്ടും. സം ഓഫ് സ്ക്വയർ 60 കിട്ടും. അപ്പോൾ എല്ലാ ഏകദേശം അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ളതൊക്കെ ആയി. മനസ്സിലായല്ലോ? ഈ 2 സംഖ്യകൾ കൂട്ടിയിട്ടാണ് ഇത് കിട്ടുക. അതുപോലെ ഇത് തമ്മിൽ 60-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് 12 കിട്ടുക. അപ്പോൾ തിരിച്ചും കാണാൻ പറ്റും. അതുപോലെ 76-നെ 13 ഡിവൈഡ് ചെയ്തിട്ടാണ് 4 കിട്ടുക. ഇനി ഇവിടെയുള്ള സംഖ്യ കിട്ടണമെങ്കിൽ ഇത് രണ്ടും കൂട്ടിയാൽ മതി. 136 എന്ന് കിട്ടും. ഇത് രണ്ടും കൂട്ടിയാൽ ടോട്ടലും കിട്ടി. ഇതും കണ്ടെത്തി. അപ്പോൾ ഏകദേശമായി. ഇനി എഫ് കാണണം. എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇവിടെയുള്ള സംഖ്യയും ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യലാണ്.
ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണോ അത് തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ 12/4 ആണ് വലിയ സംഖ്യ മുകളിൽ കൊടുക്കുക, അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ 12/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. എഫ് നമുക്ക് 3 എന്ന് കിട്ടും. അപ്പോൾ എഫിൻ്റെ വാല്യൂ 3 കിട്ടി. അപ്പോൾ എഫ് ആണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ZS നമ്മൾ സെറ്റിൻ്റെ വാല്യൂ കാണുമ്പോൾ തന്നെയാണ് എഫിൻ്റെ വാല്യൂ കണ്ടത്. ഇനി എഫിൻ്റെ ടേബിൾ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ ടേബിളിൽ നോക്കിയിട്ട് നമുക്ക് ടേബിൾ നോക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ടേബിൾ എഫിൻ്റെ ടേബിൾ ആണെങ്കിൽ എഫ് ഇവിടെ നോക്കണം, ആൽഫ എത്ര തന്നു നോക്കണം. ഇവിടെ 0.05 ആണെങ്കിൽ 5% നോക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ 15ാമത്തെ പേജിൽ 5%. ഇതിൽ 16ാമത്തെ പേജാണെങ്കിൽ എഫ് ഡിസ്ട്രിബ്യൂഷൻ എഫ് ടെസ്റ്റിൽ 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. അപ്പം ഇപ്പോൾ നമുക്കിവിടെ 0.01 ആയതുകൊണ്ട് 1%ൻ്റെ നോക്കാം. എന്നിട്ട് N1ഉം N2 ഉണ്ടാവും മുകളിൽ നിങ്ങൾ ടേബിളിൽ. അപ്പോൾ ടേബിളിൽ N1 N2ൽ ഏറ്റവും മുകളിൽ വരുന്ന N1 ആദ്യം എടുക്കൽ ഈ 5 ആണ്. ഇതാണ് N1. ഓക്കെ, ഇതാണ് N2. N1 നമ്മൾ പറഞ്ഞു ടേബിൾ വാല്യൂ നോക്കുകയാണെങ്കിൽ 1%ലാണ് നോക്കുന്നത്. എഫിൽ 1%ൽ നമ്മൾ പേജ് നമ്പർ 16 നോക്കുന്നത്. 5% ആണെങ്കിൽ പേജ് നമ്പർ 15 നോക്കും. അപ്പോൾ ഇവിടെ 16ാമത്തെ പേജിൽ നമ്മൾ N1ഉം N2 ഐഡൻറ്റിഫൈ ചെയ്യൽ ഇവിടെയുള്ള 2 സംഖ്യകളാണ്. ഇവിടെ ആദ്യം വരുന്ന സംഖ്യനെ N1 എന്ന് വിളിക്കും, ഇതിനെ N2 എന്ന് വിളിക്കും. അപ്പോൾ N1 5ഉം N2 19 കിട്ടി. അപ്പോൾ N1 എന്ന് പറഞ്ഞാൽ മുകളിലുള്ളതാണ് 5 നോക്കുക, മുകളിലെ വരിയിൽ 5 നോക്കുക. N2 പറഞ്ഞാൽ കോളം വൈസ് വരിയായിട്ട് എഴുതിയതാണ്. അപ്പോൾ N2 19 19ൽ 5 കോയിൻസൈഡ് ചെയ്യുന്ന സംഖ്യ എത്ര നോക്കും? 4.17 അല്ലേ? 4.17. ഇതാണ് ടേബിൾ ഓൾറെഡി തന്നോണ്ട് നമുക്കിത് നോക്കേണ്ട ആവശ്യം. എഫിൽ 1% ആൽഫ ആകുമ്പോൾ നമ്മൾ പേജ് നമ്പർ 16 നോക്കിക്കഴിഞ്ഞാൽ N1 ഇവിടെ 5 ആണ്. N1 5 മുകളിൽ നോക്കുക. ഇനി താഴെ N2 19 ആണ്, 19 ആണ്. അപ്പോൾ 19ൽ 5 നോക്കുമ്പോൾ നമുക്ക് കിട്ടും 4.17 എന്ന് കിട്ടും. ആവശ്യമല്ല, അപ്പോൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ടേബിൾ വാല്യൂ എഫിൻ്റെ ടേബിൾ വാല്യൂ കാണാനും ഇതോടുകൂടി പഠിച്ചു. ഇനി നമുക്ക് കമ്പയർ ചെയ്യാം. ഇവിടെ എഫിൻ്റെ വാല്യൂ 3, എഫ് ആൽഫ ക്രിട്ടിക്കൽ റീജിയൻ 4.17 ആണ്. അപ്പോൾ എഫ് ഈസ് എന്താണ് ഹിയർ? എഫ് ലെസ് ദാൻ എഫ് ആൽഫയാണ്. ഇപ്പോൾ സാധാരണ എഫ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫയാണെങ്കിൽ റിജക്റ്റ് എച്ച് നോട്ടാണ്. ഇവിടെ എന്താണ്? എഫ് ലെസ് ദാൻ എഫ് ആൽഫയാണ്. 3 ഇതിനടി താഴെയാണ് അല്ലെ? 3 ടേബിൾ വാല്യൂന് താഴെയാണ്. അപ്പോൾ ലെസ് ദാൻ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യാറ് ആക്സെപ്റ്റ് എച്ച് നോട്ട് എന്ന് പറഞ്ഞാൽ ഓൾ മീൻസ് ആർ ഈക്വൽ. അപ്പോൾ ഇത് ഏതാണോ ടെസ്റ്റിംഗ് ഇതിലെ എല്ലാ മീൻസും ഇതിവിടെ 5 ആണ്. N-1 ഇവിടെ 5, K-1 5 ആണ് ഇവിടെ കിട്ടി അല്ലേ? അപ്പോൾ 6 ട്രീറ്റ്മെൻ്റ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. 6 ട്രീറ്റ്മെൻറ്റിൻ്റെയും മീന് തുല്യമാണെന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് അനോവ ടെസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു എക്സാമ്പിൾ കൂടി ചെയ്തിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ദ ഫോളോയിങ് കംപ്ലീറ്റ് ദ ഇൻകംപ്ലീറ്റ് അനോവ ടേബിൾ ഈസ് ഒബ്റ്റെയിൻഡ് from a medical experiment conducted for comparing the effects of 3 drugs. Complete the table and make your inference. Alpha is equal to 0.05. ഇവിടെ സോഴ്സ് സം ഓഫ് സ്ക്വയർ. ഇവിടെ നമ്മൾ സാധാരണ നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ ഓർഡറിൽ ചെറിയ മാറ്റമുണ്ട്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2ാമത്തെ വരിയില്ല കോളത്തിലാണ് തന്നത്. സം ഓഫ് സ്ക്വയർ ആദ്യം തന്നു എന്നേ ഉള്ളൂ. ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റി എഴുതാം. ഓക്കെ, ഇവിടെ നമുക്ക് ടേബിൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ടേബിൾ നമുക്ക് തന്നത് 30, സം ഓഫ് സ്ക്വയർ 30 തന്നിട്ടുണ്ട്. സോറി, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ടേബിളൊന്ന് മാറ്റിയാണ് തന്നത്. അപ്പോൾ അത് നമുക്ക് മാറ്റി എഴുതാം. ഇതുപോലെ നമുക്ക് എങ്ങനെയാണ് പഠിച്ച രീതിയിൽ എഴുതാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2, 12, 14 ഇത് തന്നിട്ടുണ്ട് അല്ലേ? പിന്നെന്താ തന്നത്? സം ഓഫ് സ്ക്വയർ 30 തന്നിട്ടുണ്ട്. ഇത് തന്നിട്ടില്ല, ഇവിടെയും തന്നിട്ടില്ല. പിന്നെ നമുക്ക് തന്നത് MSSലെ എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ 7.5 തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എഫ് കാണണം. ബാക്കിയൊക്കെ ഇനിയൊക്കെ ഇത് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ? എന്നിട്ട് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ. ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, കംപ്ലീറ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്കറിയാം. ഇത് രണ്ടും കൂട്ടിയിട്ട് ഇത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 2ഉം 12ഉം 14. ഇനി നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടത് ഇതാണ്. ഇത് കണ്ടെത്താൻ നമുക്കറിയാം. ഇത് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത് കിട്ടേണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ 12 × 7.5 ആയിരിക്കുമല്ലോ ഇവിടെ വരിക ഈ സംഖ്യ. 12 × 7.5 എത്ര കിട്ടുമെന്ന് നോക്കൂ. ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 90 കിട്ടും.
12 ഇൻറ്റു 7.5 നമുക്ക് 90 കിട്ടും. ഇനി ഇത് രണ്ടും കൂട്ടിയത് കിട്ടണമല്ലോ. അപ്പോൾ എത്രയായിരിക്കും? 120 ടോട്ടലും കിട്ടി. ഇനി എന്താ വേണ്ടേ? ഇനി ഇത് കിട്ടണം. 30 ഡിവൈഡ് ബൈ 2 ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് മീൻ സം ഓഫ് സ്ക്വയർ കിട്ടുകയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 15 30 ബൈ 2 15 കിട്ടി. ഇപ്പോൾ 15 കിട്ടി. ഇനി എഫ് കാണാൻ എന്താ ചെയ്യാൽ? ഇവ തമ്മിൽ വലുതിന് ചെറുതിന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എഫ് ഇസിക്കൽ ടു 15 ബൈ 7.5 ദാറ്റ് ഇസിക്കൽ ടു 2 എന്ന് കിട്ടി. എഫ് 2 കിട്ടി. ഇനി എഫ് ആൽഫ ക്വസ്റ്റ്യനിൽ ആൽഫ തന്നിട്ടുണ്ടോ നോക്കുക. ആൽഫ തന്നിട്ടുണ്ട് 5% തന്നു അല്ലേ. അപ്പോൾ എഫ് ആൽഫ F.05 ആണ് നോക്കേണ്ടത്. അപ്പോൾ ടേബിളിൽ നമ്മൾ ആൽഫ 5% ആകുമ്പോൾ ടേബിൾ നമ്മൾ നോക്കേണ്ടത് പേജ് നമ്പർ 15 ടേബിളിൽ N1 ഇവിടെ 2 ആണ്. N1 2 നോക്കുക. N2 ഇവിടെ വരുന്ന എത്ര? 12 ആണ്. N2 12 ആണ്. അപ്പോൾ N1 2ഉം N2 12 വരുന്ന സംഖ്യ ഏതാ നോക്കുക. അനോവ ടേബിൾ നോക്കുമ്പോൾ എഫ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. ഇതിൽ N1 നമ്മൾ പറഞ്ഞു 2 ആണ്. N2 12. N1 2ഉം N2 12 നോക്കുമ്പോൾ നമുക്ക് കിട്ടും. N1 മുകളിലുള്ള 2 നോക്കാം. N2 12 അപ്പോൾ നമുക്ക് 3.88 എന്ന് കിട്ടും. 3.88 ഈ രീതിയിൽ അനോവ ടേബിൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എഫിൻ്റെ വാല്യൂ കിട്ടി, എഫ് ആൽഫയും കിട്ടി. ഇപ്പോൾ ഇവിടെ എഫ് ഈസ് ലെസ് ദാൻ എഫ് ആൽഫ. ഇനി ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്യാം. എഫ് ഇതിൻ്റെ താഴെയാണ്. കാൽക്കുലേറ്റഡ് ഇത് വാല്യൂ ടേബിൾ വാല്യൂടെങ്കിലും താഴെയാണ്. ഇതിന് നമ്മൾ ടേബിൾ വാല്യൂ എന്നാണ് പറയാം. ടേബിൾ വാല്യൂ അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂ താഴെ ആകുമ്പോൾ ഇത് ആക്സെപ്റ്റ് H0 ആണ്. റിസൾട്ട് വരിക ആക്സെപ്റ്റ് H0. ഓക്കെ, H0 ഓൾ മീൻസ് ആർ ഈക്വൽ എന്ന് കിട്ടും. ഇതിൽ വലിയ സംഖ്യയാണ് ഇവിടെ കിട്ടുന്നതെങ്കിൽ റിജക്റ്റ് H0 പറയും. അപ്പോൾ H1 നോട്ട് ഈക്വൽ ആണ്, മീൻസ് ഈക്വൽ ആണ്. ഇപ്പോൾ ഇവിടെ ഡ്രഗ്സ് ആണ് പറഞ്ഞത്. 3 ഡ്രഗ്സ് തന്നിട്ടുണ്ട് അല്ലേ ക്വസ്റ്റ്യനിൽ. 3 ഡ്രഗ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ 1 കുറച്ചിട്ടാണ് ഇവിടെ ഉണ്ടാവുക. 3 ഉണ്ടാകുമ്പോൾ ഇവിടെ 2 വരും. 4 ഇവിടെ 3 വരും. അപ്പോൾ 3 ഡ്രഗ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവറേജ് മീൻസ് എന്താണ്? എല്ലാം ഡ്രഗ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. ഓൾ മീൻസ് ആർ ഈക്വൽ. ഈ രീതിയിൽ നമുക്ക് അനോവ ടെസ്റ്റിംഗ് നടത്താൻ പറ്റും. അപ്പോൾ ഇതിലെ എല്ലാ മെത്തേഡും മനസ്സിലായല്ലോ. ഈ രീതിയിൽ ടേബിള് കംപ്ലീറ്റ് ചെയ്തിട്ട് അനോവ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കൂടുതൽ എക്സാമ്പിൾ ചെയ്ത് നോക്കുക. ഓക്കെ, ടേക്ക് കെയർ, ബൈ.